സദ്യവട്ടത്തില് ഇന്ന് നമ്മൾ ഒരു പുതിയ വിഭവമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഓണക്കാലത്ത് ഇതും ഒട്ടും മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് സദ്യക്ക് നാരങ്ങ അച്ചാർ. അപ്പൊ അത് ഒരു പത്തനംതിട്ട സ്റ്റൈലാണോ അത് നോർമൽ? ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാ ആദ്യമായിട്ട് അതിന് വേണ്ടത്? നമ്മൾ മറ്റേ വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചെറു നാരങ്ങയല്ല, വലിയ കറി നാരങ്ങ. കറി നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട്. കറി നാരങ്ങ എടുത്തിട്ടുണ്ട്, ഒരു വലിയ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉപ്പ്, അത് പ്രധാനമാണല്ലോ, ഉപ്പില്ലാതെ പറ്റില്ല. ഇത് നമ്മൾ ഈ കറി നാരങ്ങ ഇപ്പം വെച്ചേക്കുന്നത് ഉപ്പ് ചേർത്താണ് വെച്ചേക്കുന്നത്. ഉപ്പിട്ട് കുറച്ചു നേരം ഉപ്പിട്ട് പെരട്ടി വെച്ചിരിക്കുന്നതാണ്. ഒരു 2 മണിക്കൂറോളം നമ്മൾ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതാണിത്. നാരങ്ങ ഇതിപ്പോ ഉപ്പിട്ട് ഒരു 10-15 മിനിറ്റ് അല്ലെങ്കിൽ എത്രത്തോളം ടൈം ജ്യൂസ് ഒക്കെ ഇറങ്ങി കുറച്ചും കൂടെ നമുക്ക് വാടി കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതാണ്. പിന്നെ വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞപ്പൊടി. ചിലര് ഇതിനകത്ത് ഇഞ്ചി ചേർക്കാറില്ല, ചിലർ ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. ഇഞ്ചി നമ്മൾ ഇഞ്ചി ചേർത്താണ് ചെയ്യുന്നത്. ഇഞ്ചി, പച്ചമുളക്, വറ്റൽമുളക്, നമ്മുടെ വാളൻപുളി ചിലർ ചേർക്കാറുണ്ട്, ചിലർ ചേർക്കാറില്ല. ഇത് ഉലുവ ഉലുവ ആണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നാടൻ വെളിച്ചെണ്ണ, നമ്മുടെ കറിവേപ്പില. ഇതെന്ന് പറയുന്നത് നമ്മൾ പുളി കുറച്ചു നേരം മുമ്പേ തന്നെ വെള്ളത്തിൽ ഉപ്പും ഇതും ഇട്ട് വെള്ളത്തിൽ ഇതാക്കി വെച്ചിരിക്കുന്നതാണ്. എത്രയാണ് പുളി നോർമലി നമ്മൾ എടുക്കുന്ന? ഒരു ചെറിയ വലിപ്പം, കാരണം ഒരു ചെറിയ വലിപ്പത്തിൽ ഒരുപാട് നെല്ലിക്ക, ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തില് ആയിട്ടുള്ള പുളി പലതാണ്. പുളി എത്രത്തോളം ആണെന്ന് നോക്കി അതനുസരിച്ച് കുറച്ച് സമയം ഇതിപ്പോ നമ്മള് പുളിവെള്ളം ആക്കാൻ വേണ്ടിട്ട് പുളി സോക്ക് ചെയ്യാൻ വെച്ചേക്കുന്നതാണ്. പിന്നെ കായപ്പൊടി അത് അച്ചാറിന് പ്രധാനമായിട്ടുള്ള സംഭവം തന്നെയാണ് കായപ്പൊടി. അപ്പൊ നമുക്ക് ആദ്യം എണ്ണ ഒഴിച്ച് ബാക്കി പ്രോസസ്സിംഗ്. നമ്മളിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ ഇടുന്നത് പച്ചമുളകാണ്. ആദ്യം നമ്മൾ പച്ചമുളകാണ് അല്ലേ? പച്ചമുളകായിരുന്നു. പച്ചമുളക് എത്ര എണ്ണം വേണം എന്നുള്ള ഒരു രണ്ടെണ്ണം എരിയുടെ അനുസരിച്ച് 2 പച്ചമുളക് ഇടുക. അത് എരിയുടേതനുസരിച്ച്, എരിവ് കൂടിയതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും ഉപയോഗിക്കുക. നമുക്കപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇട്ടുകൊടുക്കാം. അപ്പം നമ്മൾ കടുക് വേണ്ടേ? കാരണം എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കടുക് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അത് നമ്മൾ ലാസ്റ്റിലാണ്, താളിക്കാൻ നേരത്താണ് ഈ കടുക് ഇടുന്നത്. ഓക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലവര് ആദ്യം തന്നെ ചെയ്യാറുണ്ട്. ആദ്യം തന്നെ എനിക്കൊന്ന് താളിക്കൽ പരിപാടിയിലോടുകൂടി ചെയ്യുന്നവരുണ്ട്. കടുകും വറ്റൽമുളകും എല്ലാം ഇട്ടിട്ട് ബാക്കിയുള്ള ഐറ്റംസും ഒക്കെ ആയിട്ട്. അപ്പൊ ഇതിലും നമ്മള് ശർക്കരയും പറഞ്ഞിട്ടില്ല, ലാസ്റ്റിലത്തേക്ക് പറയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പുളിയുടെ ഇത് മധുരത്തിന്റെയും പുളിയുടെ ബാലൻസ് ആയി നിൽക്കുന്ന വേണ്ടിട്ട്. ഇതിപ്പോ എങ്ങനെയാ? നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് ഒരു പച്ച മണം ഒന്ന് മാറിയാൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയാണോ ചേർക്കുന്നത്? അതേ ആദ്യം ഇത് കഴിഞ്ഞോടെ തന്നെ നാരങ്ങ ആണോ ചേർക്കുന്നത്? വെളുത്തുള്ളിയാണോ ചേർക്കുന്നത്? വെളുത്തുള്ളി ചേർക്കാം, അതിനുശേഷം നമുക്ക് നാരങ്ങ ചേർക്കാം. നമ്മളിപ്പോ ഇതില് എന്തുവാണ് പച്ചമുളക് അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എരിവിനനുസരിച്ച് തന്നെ. അതിന് ഒന്നും കൂടെ പറയുകയാണ്. ഇപ്പം നമ്മുടെ മുളക് പൊടി എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പൊ അത് അനുസരിച്ചാണ് നമ്മൾ ഓരോ കണക്കും പറയുന്നത്. പച്ചമുളക് 2 എണ്ണം എന്നുള്ളത്.
അപ്പൊ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇവിടെ എടുത്തിട്ടുള്ളത് ഒടങ്ങലിയുടെ മുളകാണ്. അപ്പം അതിന് എരിവ് പൊതുവെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മള് 2-3 ആ ഒരു കണക്കെടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെളുത്തുള്ളി, വെളുത്തുള്ളിയൊക്കെ എനിക്ക് തോന്നുന്നു ഓപ്ഷണലാണല്ലേ. ചിലർക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല, അതിന്റെ മണം ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. വെളുത്തുള്ളി ഓപ്ഷണലാണ്. വെളുത്തുള്ളി ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്കാണെങ്കിൽ വെളുത്തുള്ളി യൂസ് ചെയ്യണം എന്നില്ല. അപ്പൊ നമ്മളിവിടെ വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ഉള്ളൊരു ഇതാണ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്തിട്ട്. അതുപോലെ തന്നെ ഇഞ്ചി ചിലർ യൂസ് ചെയ്യാറില്ല. അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇഞ്ചി യൂസ് ചെയ്യാറില്ലെന്നാണ്. പക്ഷെ പൊതുവെ ഒരു കുറച്ചൊരു ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ ഒരു മണത്തിനും ഇതിനു വേണ്ടി യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇത് അപ്പൊ നന്നായിട്ട് മൂക്കാനായിട്ടാണ് ചെറിയൊരു ഇത്. അതിനുശേഷം പിന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചിയാണോ അതോ ഇഞ്ചി ഇട്ടിട്ട് പിന്നെ ഇഞ്ചി നമ്മൾ ഇതുപോലെ ഇവിടെ കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി കൂടെ ഇട്ടോളൂ. അപ്പൊ ഇഞ്ചിയും കൂടെ നമ്മൾ മതി മതി, ഒരുപാട് വേണ്ട, കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമല്ലേ. നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പച്ചമുളക് 1-2 പച്ചമുളക്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ഇടുക. അതിനുശേഷം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് വെളുത്തുള്ളി ആയിരുന്നു. അതിനുശേഷം ഇഞ്ചി ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം ഇപ്പം വെളുത്തുള്ളി ആയിരുന്നാലും ഇഞ്ചി ആയിരുന്നാലും ഓപ്ഷണലാണ്. കാരണം ചില ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. ഇനി അടുത്തത് നമ്മൾ ഏതാണ് ചെയ്യുന്നത്? നാരങ്ങയാണ്. നാരങ്ങ ഇനി ഒന്ന് നന്നായിട്ടൊന്ന് വാടിക്കണം. അപ്പൊ ഇതിന്റെ കൂടെ ഫ്ലേവറും കൂടെ അതിലോട്ട് പിടിക്കാനായിട്ട് നമ്മൾ നാരങ്ങ ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പിട്ട് ഒരു 2 മണിക്കൂറോളം, ഇതിപ്പോ ഒരു 2 മണിക്കൂറോളം വെച്ചതാണ് നാരങ്ങ. നമ്മളൊരു ഇടത്തരം ഒരു കറി നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ പിഴിയുന്ന നാരങ്ങയല്ല, കറി നാരങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമുക്ക് നാരങ്ങ ഇടാം. നമ്മൾ നേരത്തെ ഉപ്പൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നാരങ്ങയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഓണത്തിന് ഞാൻ വീട്ടിൽ ഇതുപോലെ നാരങ്ങ അച്ചാർ സ്പെഷ്യൽ നാരങ്ങ. പക്ഷെ എൻ്റെ വീട്ടിലും ഇപ്പൊ മിക്കവരൊക്കെ പറഞ്ഞുമൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇതുപോലെ എന്താ പറയുക, ഇപ്പൊ ശർക്കര, ചിലർക്ക് ശർക്കരയുടെ ഇത് ഇഷ്ടമല്ല, അങ്ങനെ യൂസ് ചെയ്യാറില്ല ചിലര്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഷ്ടമല്ല. അപ്പൊ ഈ ഓണത്തിന് എന്തായിരുന്നു എല്ലാരും ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ഒരു എപ്പോഴും ഒരേ രീതി തന്നെയല്ലേ ചെയ്യുന്നത്, ഒന്ന് വെറൈറ്റി രീതിയായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് പരീക്ഷിക്കും. ഈ ഓണത്തിന് നല്ല സൂപ്പറായിട്ടുള്ള അച്ചാർ കൂട്ടാലോ. ഇതൊന്ന് വാടണം അല്ലേ. ഇനി നമ്മൾ അതിന് ശേഷമാണോ നമ്മള് പുളിയും നമ്മൾ ഇനി മുളക് ഇതിനകത്ത് സെപ്പറേറ്റ് ഇനിയും ചൂടാക്കണില്ല, ചൂടാക്കാതെ ഡയറക്റ്റ് തന്നെ ഇതൊന്ന് ചൂടായി വരും. നന്നായിട്ടൊന്ന് ഇതായി വരുന്ന സമയത്ത് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇതിനകത്ത് തന്നെ ചേർത്ത് പുളിയും കൂടെ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മള് എനിക്ക് നാരങ്ങന്ന് തന്നെ ഈ വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പം അതിൽ തന്നെയാണ് നമ്മൾ അതൊന്ന് ചൂടായി ആ നാരങ്ങയുടെ തന്നെ ആ ഒരു പുളിയും കാര്യങ്ങളും വരുമ്പോഴത്തേക്ക് തന്നെയാണ് നമ്മൾ ഈ മുളക് പൊടി അതുപോലെ മഞ്ഞപ്പൊടി അല്ലേ, മഞ്ഞപ്പൊടി എല്ലാം ഇട്ടിട്ട് നമ്മൾ അത് പ്രിപ്പയർ ചെയ്യുന്നത്. എങ്ങനെയാണ് നാരങ്ങ? എനിക്കോട് വെള്ള നാരങ്ങയും ഉണ്ട്, അതുപോലെ തന്നെ ചുമപ്പുണ്ട്, 2 ഇതുണ്ട്. അപ്പൊ നമ്മൾ വെള്ള നാരങ്ങ ആകുമ്പോഴത്തേക്ക് എനിക്കൊണ്ട് മഞ്ഞപ്പൊടി മാത്രം അതിൻ്റെതും പിന്നെ മുളകുമാണ് എരിവിന്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം. മഞ്ഞപ്പൊടി എനിക്കിന്റെ കണക്കൊന്നും എനിക്കങ്ങനെ അറിയില്ല, കുറച്ച് മതി, വളരെ കുറച്ച്. ഈ ഒരു ഇട്ടോ. നമുക്ക് അപ്പൊ എനിക്ക് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് നമ്മളിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കുക. ഇപ്പൊ തന്നെ അത് നന്നായിട്ടൊന്ന് വാടി വരുന്നുണ്ട്.
നന്നായിട്ടൊന്ന് വാടിയൊന്ന് നന്നായിട്ടൊന്ന് അത് നല്ലതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുമായിരിക്കും നല്ലതായിട്ടൊരു ആ ഒരു ജ്യൂസൊക്കെ ഇറങ്ങി നന്നായിട്ട് ആദ്യത്തെ ഒരു മാറിയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നിട്ട് നമ്മൾ എന്താ അടുത്തതായിട്ട് നമ്മൾ ചേർക്കാനായിട്ട്? ഇനി നമ്മള് മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി ആദ്യം ചേർക്കാനായിട്ട്. അത് എരിവിനനുസരിച്ചാണ് മുളക് പൊടി ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത്. അത് ഓരോരുത്തരുടെ ആ കണക്കനുസരിച്ചാണ് മുളക് പൊടി ചേർക്കേണ്ടത്. ചിലർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് എരിവ് വേണ്ട എന്നുള്ളവരാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ചിലർക്ക് നല്ല എരി വേണം അച്ചാറിന് ഒക്കെ. ചിലർക്ക് കളറിന് കാശ്മീരി മുളക് പൊടിയും കൂടെ യൂസ് ചെയ്യുന്നവരുണ്ട് ചിലര്. ഇത് നമ്മളിവിടെ വറുത്ത് പൊടിച്ച് നന്നായിട്ടൊന്ന് ഇതായതിനു ശേഷം ഒരു മണം മാറണം അല്ലേ മുളകിന്റെ. മുളകിന്റെ മണമൊക്കെ ഒന്ന് പോണം. ഇപ്പൊ എനിക്ക് മുളക് ഇപ്പൊ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പറയുന്നത് ഒരു ടീസ്പൂൺ ആണ് നമ്മൾ എടുത്തത്. ഈ ഒരു അളവിന് ആണ് നമ്മൾ എടുക്കേണ്ട മുളക്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ്. എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർ ചില മുളകിന് ഭയങ്കരമായിട്ട് എരിവായിരിക്കും. ചിലർ എനിക്കൂടെ കാശ്മീരിയും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യും. കാരണം അതിന് കളറും കാര്യങ്ങളും. ഇപ്പൊ നമ്മൾ സാധാരണ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് പുളി നമ്മൾ ചെറിയ നെല്ലിക്ക വലിപ്പം ആ ഒരു കണക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണക്ക് നമ്മളിപ്പം പുളി നന്നായിട്ട് ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ അത്രത്തോളം പുളി എടുത്തിട്ടില്ല. കുറച്ച് ഉപ്പ് ഇട്ട്, കാരണം ഈ നാരങ്ങയ്ക്ക് ചെറിയൊരു കയ്പ്പ് കാണും. അപ്പൊ അതൊന്ന് മാറാനും കൂടെ വേണ്ടിയാണ് നമ്മൾ ഈ പുളിവെള്ളം കുറച്ച് ഒഴിക്കുന്നത്. അതിൽ കിടന്ന് കുറച്ചൊന്ന് വേണം അല്ലേ? പുളി നോക്കിയതിനനുസരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത്രയും തൽക്കാലം ഇത്രയും പുളി ചേർക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ പുളി നോക്കിയതിന് ശേഷമേ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇതിൽ കിടന്ന് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വേവണം. അത് നമ്മള് എങ്ങനെയാണ് ഇപ്പോ ഓണമൊക്കെ എന്താണ് ഓണവിശേഷങ്ങൾ അല്ലെങ്കിൽ ഓണം എങ്ങനെയാണ് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്? ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് സദ്യയാണ് മെയിൻ. സദ്യ പായസത്തിലപ്പോ ഏതാ ഏറ്റവും? മാമ്പഴ പായസം. അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടപ്രഥമൻ ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ കൂടി ഇച്ചിരി നാരങ്ങായും അച്ചാറും കൂടെ തൊട്ടൊക്കെ സൂപ്പറാണ്. ഭയങ്കര ടേസ്റ്റ് ആണ്. അത് എനിക്ക് തോന്നുന്നു അതൊരു മിക്കവർക്കും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം സേമിയ, അതുപോലെ ബോളിയും സേമിയ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അത് ട്രിവാൻഡ്രത്തിന്റെ ഒരു സ്പെഷ്യൽ അല്ലേ ബോളീസ്? പത്തനംതിട്ടയില് ഇതില്ല സേമിയയും ബോളിയും. ഇല്ല നമ്മൾ ഇതുവരെ ബോളി അങ്ങനെ ഇത് ചെയ്തിട്ടില്ല. സേമിയ ഉണ്ട്, എന്നാലും ബോളി അങ്ങനെ ട്രിവാൻഡ്രംകാരാണ് കൂടുതലും ബോളി വെച്ചിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഒരു അഹങ്കാരമാണ്. സ്വകാര്യ അഹങ്കാരമാണ് ഞങ്ങളുടെ. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ഓൾറെഡി അതിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പൊ അത് അനുസരിച്ച് ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിയാണ് അച്ചാറിന്റെ ഒരു കായപ്പൊടി ടേസ്റ്റ് ഫ്രണ്ടിൽ അതുകൊണ്ട് അത് ഞാൻ തന്നെ ചേർത്ത്. മതി. സാധാരണ മറ്റേ കായം കട്ട അതാണ് കുറച്ചുകൂടെ. ആദ്യം നമ്മളെ ഇട്ടൊന്ന് അത് ഇതാക്കി കുറച്ച് നിങ്ങൾ കായപ്പൊടി ആയെന്ന് തോന്നുന്നു. എനിക്ക് ഈസി മെത്തേഡ്സ് ആണ് ഇഷ്ടം. കായപ്പൊടി തന്നെ യൂസ് ചെയ്യും. കാരണം മറ്റ് കായ കട്ട യൂസ് ചെയ്യണം. എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. എനിക്ക് എന്തായാലും കായപ്പൊടി ആകുമ്പോഴത്തേക്കും വലുതായിട്ട് മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് നേരം ഇവിടെ ജസ്റ്റ് ഒന്ന് ഇതാവട്ടെ. അതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ശർക്കര അതിലാണ് ഇരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മള് ഇതിൽ വന്നിട്ട് നമ്മൾ ലാസ്റ്റ് ആണ് താളിക്കുന്നത്. അപ്പൊ അതും ഒരു പ്രത്യേകതയാണ് കേട്ടോ ഈ നാരങ്ങയൊക്കെ. കാരണം സാധാരണ എല്ലാരും ആദ്യം തന്നെ ചെയ്തിട്ട് പൊടിയും മുളക് പൊടിയും എല്ലാം ഇതിലോട്ട് ചേർക്കാണ് ഇതിലോട്ട് താളിച്ച് നമ്മള് എന്തോ സാധാരണ ഇഞ്ചിക്കറിയോ അതൊക്കെ വെക്കുന്ന പോലെ സാധാരണ താളിക്കൽ ആദ്യമേ നടത്തി അതിലേക്ക് ഞാൻ എണ്ണയിലേക്കാണ് നാരങ്ങ എല്ലാം ഇട്ട് ഇതുപോലെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്. നമ്മളിപ്പോ തിരിച്ച് നമുക്ക് താളിക്കൽ ലാസ്റ്റ് താളിച്ചൊഴിക്കാം.
ഇനി നമുക്ക് ശർക്കര. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ആ ഒരു മധുരവും കൂടെ ഇഷ്ടമുള്ളവർക്ക് മാത്രം. പിന്നെ നമുക്ക് ഇഷ്ടമായത് കൊണ്ട് ഇച്ചിരി. ഇതിപ്പോ ഇത് ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രോസസ്സിംഗ് ആയി താളിക്കല്. അപ്പൊ ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് പാൻ വെക്കാം. പാൻ വെച്ചിട്ട് കുറച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിപ്പോ മാറ്റിയിട്ട് നമ്മൾ അടുത്ത കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് ആ പാത്രം ഒന്ന് ചൂടായിട്ട് നമ്മൾ ആ എണ്ണ കുറച്ച് ഒഴിക്കുക. താളിക്കലിന്റെ വറ്റൽ മുളകല്ലേ. ഉലുവ ഇപ്പോഴാണോ നമ്മൾ താളിക്കുന്ന സമയത്താണല്ലേ ഉലുവ? പൊടി യൂസ് ചെയ്യുന്നവരുണ്ട്. പൊടിയാകുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇടുക, അല്ലാത്തത് താളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇട്ടു. പൊടിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അച്ചാർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടെ നമ്മളിപ്പോ കായപ്പൊടിയൊക്കെ ഇടുന്ന പോലെ തന്നെ അതിന്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതല്ല ഇതുപോലെ മുഴുവൻ ഉലുവയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ടൈമിന് അത് ഇനി അടുത്ത നമുക്ക് കടുക്. അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. മതി മതി. ഇനി നമുക്ക് കുറച്ച് മാറിയിരിക്കാം കടുക് പൊട്ടാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ വറ്റൽ മുളക്. വറ്റൽ മുളകാണോ ഉലുവയാണോ? ഉലുവ ഇട്ടോ, അതിനുശേഷം വറ്റൽ മുളക് ഇടാം. ഉലുവ ഈ ഒരു കുറച്ചുകൂടെ മതി 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 മതി. ഒരുപാട് ആയി കഴിഞ്ഞാൽ ടേസ്റ്റിന് ഒരു വ്യത്യാസം. വറ്റൽ മുളക് 2 ഇട്ടാൽ മതി. നമ്മൾ 2 വറ്റൽ മുളക്, കുറച്ച് ഉലുവയും കടുകുമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇട്ടാം. നമുക്ക് കറിവേപ്പില വെക്കുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം ഞാനൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് കറിവേപ്പില കരിഞ്ഞു പോകാറാണ് പതിവ്. പക്ഷെ അങ്ങനെ കരിക്കാൻ പാടില്ല. അപ്പൊ തീ ഓഫ് ചെയ്തിട്ട് അതൊരു നല്ലൊരു ടിപ്പാണ് കേട്ടോ. തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ കറിവേപ്പില ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചൂടിൽ തന്നെ കറിവേപ്പില ഒന്ന് വാടി കിട്ടിയാൽ മതിയല്ലോ. അതുപോലെ അത് തീരെ കരിഞ്ഞു പോകത്തില്ല. ഇനി നമുക്ക് ഇതിലോട്ട് താളിച്ചിട്ടുള്ളതിനെ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇത് ഈ ബൗളിലോട്ട് മാറ്റിയിട്ട് താളിച്ചത്. അപ്പൊ നമ്മൾ ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ താളിച്ചത് നമ്മൾ അതിന്റെ മുകളിലേക്ക് ഒഴിക്കുന്നത്. ഈ അച്ചാർ എടുക്കുന്ന സമയത്ത് ഉണങ്ങിയ പാത്രത്തിൽ വേണം നമ്മൾ മാറ്റാൻ വേണ്ടി. വെള്ളം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യത. വേണമെങ്കിൽ നമുക്ക് വിനാഗിരി ഇതിന്റെ കൂടെ തന്നെ ഒഴിക്കാവുന്നതാണ്. വിനാഗിരി ഒഴിക്കാതെ ചെയ്താൽ കുറച്ചും കൂടെ ഇതായിരിക്കും. എനിക്ക് തോന്നുന്നു ഈ ഓണത്തിന് ഈ അച്ചാറൊക്കെ ദിവസത്തോളം ഇത് വരത്തില്ല. നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ. കൂടുതലായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ച് വിനാഗിരിയും കൂടെ ഇതിന്റെ കൂടെ തന്നെ അവസാനമായിട്ട് വിനാഗിരിയും കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് താളിച്ചത് അവസാന സ്റ്റേജിലാണ് നമ്മൾ താളിച്ചതാണ് ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കാനായിട്ട് പോകുന്നത്. ഇപ്പൊ ചെയ്തിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നാരങ്ങയുടെ പ്രിപ്പറേഷൻ വളരെ എന്താ പറയാനായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ വളരെ ടേസ്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ഒരു ഗുണം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. എന്നാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രുചിയും കാര്യങ്ങളും അറിയാം. കുറച്ചൊരു എനിക്കത് കഞ്ഞിയും ഒക്കെ വെച്ച് നാരങ്ങയൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോഴത്തേക്കുള്ള ടേസ്റ്റ്. സദ്യ ചെയ്യാൻ വേണ്ടി ഞാൻ കഞ്ഞി വരെ എത്തി. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്കാം. നാരങ്ങയുടെ ആ ഒരു കയ്പും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആ പുളിയുടെ സാധാരണ നമ്മൾ ഇങ്ങനത്തെ നാരങ്ങ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരിതെന്ന് പറഞ്ഞാൽ ചിലതിൽ കയ്പ് ഭയങ്കരമായിട്ട് നമ്മൾ അറിയും.
പക്ഷെ ഇതിൽ ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യമാണ്. കാരണം ഇതിൽ നമ്മൾ ആ പുളിയും കൂടെ ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ടേസ്റ്റും പുളിയുടെ ഒരു ടേസ്റ്റും അതുപോലെ തന്നെ നാരങ്ങയുടെ ആ ഒരു കയ്പും ശർക്കരയുടെ മധുരവും എല്ലാം കൊണ്ടും ഉറപ്പായിട്ട് അതെ ഒന്നിനൊന്ന് എല്ലാ ഫ്രണ്ടിലേക്ക് തന്നെ നമുക്ക് നിൽക്കുന്നുണ്ട്. ഇത് മാത്രം മതി നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് ഓണസദ്യ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മാത്രം മതി എല്ലാവർക്കും. അപ്പം ഇന്ന് ഞങ്ങളുടെ യോഗനാഥ ന്യൂസിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ അച്ചാർ, അതായത് നാരങ്ങ അച്ചാർ ഇത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഉണ്ടാക്കി തന്നതിന് ഞങ്ങളുടെയും യോഗനാഥ ന്യൂസിൻ്റെ എല്ലാ പ്രേക്ഷകരുടെയും ഓണാശംസ. ഹാപ്പി ഓണം.